കോക്രോച്ച് ജനതാ പാർട്ടി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തമാശയായി തോന്നും. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഏകദേശം 34 ലക്ഷം 3.4 മില്യൺ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 3.4 മില്യൺ ഫോളോവേഴ്സ് ആണ് ആ ഒരു പാർട്ടിക്കുള്ളത്. ഇത് രൂപപ്പെട്ടത് തന്നെ ഒരു തമാശ രൂപേണയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ യൂത്തുകളൊക്കെ ഒരു ക്രോക്രോച്ച് പോലെയാണ്, പാരസൈറ്റ്സ് പോലെയാണ്. അവരിങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ക്യാമറ എടുത്ത് ഇങ്ങനെ പോയി നടന്നു കഴിഞ്ഞ് പ്രശ്നങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊരു പാരസൈറ്റ്സ് പോലെയാണ്, ക്രോക്രോച്ച് പോലെയാണെന്നൊക്കെയുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചത്. അങ്ങനെ വെറുതെ ഒരു പാർട്ടി ഉണ്ടാക്കിയതൊന്നല്ല, കൃത്യമായ മാനിഫെസ്റ്റോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടി ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, റിട്ടയർഡ് ആകുന്ന ജഡ്ജിമാർക്കൊന്നും പിന്നീട് ഒരു പോസ്റ്റിലൊന്നും അവരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ലെജിറ്റ് ആയിട്ടുള്ള ഒരു വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ UIPയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 50% സംവരണം സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും 50% സംവരണം കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെയുള്ള പോയിന്റ് മീഡിയകളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തതാണ് ഏറ്റവും രസകരവും അനിവാര്യവുമായ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചാടിപ്പോകുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അങ്ങനെ ചാടുന്ന ആൾക്കാർക്ക് 20 വർഷം വരെ രാഷ്ട്രീയത്തിൽ ബാൻ കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ അവസാനത്തെ ഒരു അജണ്ട എന്നുള്ളത്. യൂത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫോളോവേഴ്സ് ആയിട്ട് വരുന്നത്. കാരണം യൂത്തിന്റെ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു സമൂഹത്തിൽ എപ്പോഴും പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യൂത്തിനെ കുറ്റം പറഞ്ഞത് കൊണ്ടോ പരിഹസിച്ചത് കൊണ്ടോ ഒക്കെയാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊണ്ടത്.